Hi friends, this is Dr. Rajesh Nair, Skin Care Specialty Center, Trivandrum. എല്ലാവർക്കും ഫേസ് നന്നായിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, യങ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു ഗ്ലോ വേണം. ആരും നമ്മുടെ പ്രായം പറയരുത്, അത് എല്ലാവർക്കും ഉള്ളതാണ്, മനസ്സിൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്നെ കണ്ട എത്ര തോന്നും. അപ്പോൾ ഒരു 40, നമുക്ക് ഒരു 50 വയസ്സാരുടെ അടുത്ത് നമ്മളൊരു 40 എന്ന് പറയുമ്പോൾ അത് കൊള്ളാമല്ലോ, ഞാൻ കൊള്ളാം എന്ന് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. അപ്പം ഇതിൽ വരുന്നത് നമ്മളൊരു ഏജ് വരുമ്പോഴത്തേക്കിന് ഒരു ഏജിങ് ചേഞ്ചസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 40 ആയാലും 50 ആയാലും 60 ആയാലും ഒരു ഏജിങ് ചേഞ്ചസ് ഉണ്ട്, അത് നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് എങ്ങനെ മറയ്ക്കാൻ പറ്റും, എങ്ങനെ മാസ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫേസിൽ പ്രത്യേകിച്ചും കണ്ണിൻ്റെ ചുറ്റും നെറ്റിയിലും ആണ് ഏറ്റവും കൂടുതൽ ചുളിവുകൾ വരുന്നത്. അത് വെച്ചാണ് നമ്മൾ ഓരോരുത്തർ നമുക്ക് എത്ര ഏജ് ആയി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. പലരും നമ്മുടെ ക്ലയൻറ്റ്സ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, പറയുന്നത് ഡോക്ടറെ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞു, അയ്യോ എന്ത് പറ്റി, ഒരുപാട് വയസ്സായി തോന്നണമല്ലോ എന്ന്. അത് അപ്പോൾ പേഷ്യൻസ് അത് ഭയങ്കര കൺസേൺഡാണ്. അപ്പോൾ ഓടി വന്നിട്ട് ഡോക്ടറെ ഞാൻ എന്നെ കണ്ട് അത്രയും പറയൂ എന്നുള്ളൊരു. സോ എവ്രിബഡി, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഞാൻ കുറച്ച് ഹെൽത്തി ആയിരിക്കണം, യങ് ആയിരിക്കണം എന്നാണ്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ നെറ്റിയിലെ ചുളിവാണ്, ഈ ഫോർ ഹെഡ് ലൈൻസ് ആണ്, പിന്നെ ലോഫ് ലൈനാണ്, ഈ ഇവിടെ വരുന്ന ചെറിയ ലൈൻസ്, പിന്നെ ഗ്ലബുലാർ ഫോൾഡ്, ആംഗ്രി ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്കിന് ഇവിടേക്ക് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഏജിങ് ചേഞ്ചസ്. നമ്മളിപ്പോൾ ഒരു ആളെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നോക്കാൻ നമ്മൾ കണ്ണില്ല. അപ്പോൾ കണ്ണിൻ്റെ അടിയിലുള്ള ചുളിവ്, കണ്ണിൻ്റെ സൈഡിലുള്ള ചുളിവ് ഇത് വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് എ സൈൻസ് ഓഫ് ഏജിങ്. ഫേസിലെ ചെറിയ ലൈൻസ്, ഫൈൻ ലൈൻസ്, ചുളിവ് ഇത് മാറാൻ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ബോട്ടോക്സ്. അപ്പോൾ എല്ലാവരും ബൊട്ടോക്സോ, അയ്യോ ബൊട്ടോക്സ് ഇഞ്ചക്ഷനോ അത് വേണ്ട, അയ്യോ അത് സൈഡ് എഫക്റ്റ് ഉണ്ട്, അത് എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആൻഡ് സേഫ് ആയിട്ടുള്ളതാണ് ബൊട്ടോക്സ്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യും. നമ്മൾ ചെറിയ ഡോട്ട് ആയിട്ട് ഈ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നു, പെയിൻലെസ് ആണ്. നമ്മളൊരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ ടോളറബിൾ പെയിൻ ആണ്, അങ്ങനെയൊന്നുമില്ല. ഒരു 10 മിനിറ്റ്സ് പ്രൊസീജിയറാണ്, ചെയ്തിട്ട് പോവാം, നോ ഡൗൺ ടൈം. അതിനൊരു റെസ്റ്റ് വേണ്ട ആവശ്യമില്ല, എല്ലാം ചെയ്യും. ഇറ്റ് ലൈക്ക് സംതിങ് വി കോൾ ഇറ്റ് എസ് എ ഓഫീസ് പ്രൊസീജിയർ. എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് വരെ ചെയ്യുക, പോവാം. ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ 9 months. അപ്പോൾ നമ്മൾ ഈ ബൊട്ടോക്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ ലൈൻസ് വരും, അത് ഇവിടുത്തെ നമ്മുടെ മസിൽസ് ടൈറ്റൻ ആവുന്നത് അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി ആവുന്നതാണ്, അതുകൊണ്ടാണ് ചുളിവ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, അവിടുത്തെ മസിൽസ് റിലാക്സ് ആവും. ഈ സ്കിന്നിൻ്റെ അടിയിലുള്ള ചെറിയ മസിൽസ് ഉണ്ട്, അത് റിലാക്സ് ആവുമ്പോൾ നമ്മൾ ചിരിച്ചാലും ആ ഒരു ഇത് വരും. ഇതിന് വേറൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. എല്ലാവരും പറഞ്ഞു വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു പ്ലാസ്റ്റിക് ഫേസ് ആയിട്ട് മാറും, എനിക്ക് ഒരു കണ്ടാൽ പറയാൻ പറ്റുമോ ഞാൻ ഒരു പ്ലാസ്റ്റിക് ഫേസ്, അല്ലെങ്കിൽ എനിക്കൊരു എക്സ്പ്രഷൻ ഇല്ലാതെയാവും, അങ്ങനെയൊന്നും. അത് ഓവറായിട്ട് ചെയ്യുമ്പോഴാണ് വരുന്നത്. സട്ടലായിട്ട് ചെറിയ ഡോസ്, ആവശ്യത്തിനുള്ള ചെറിയ ഡോസായിട്ട് ആരും നമ്മൾ നെറ്റി നല്ല നീറ്റ് നല്ല ക്ലീൻ ആയിരിക്കും. ഈ ചുളിവ് മാറും ഇമ്മീഡിയറ്റ്ലി. നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത് നാളെ ആകുമ്പോഴത്തേന് ഇതെല്ലാം ഡിസപ്പിയർ ആവും. നത്തിങ്, സോ സേഫ്, സോ സിമ്പിൾ. പിന്നെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇത് ഡോസ് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ സൈഡ് എഫക്റ്റ് വരും. പക്ഷേ ഇത് ബ്യൂട്ടി ഓഫ് ഇറ്റ് ഈസ് ലൈക്ക് ഇതിൻ്റെ എഫക്റ്റ് 9 months നിൽക്കത്തുള്ളൂ. അപ്പോൾ സൈഡ് എഫക്റ്റ് 3-4 മാസം നിൽക്കുള്ളൂ. പിന്നെ ഒരു കൺസേൺ ഉണ്ട്, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏജ് ആവും. നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏജ് ആവാതിരിക്കും, ഇല്ല. വി ആർ ഏജിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നത്തിങ് ദാറ്റ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 9 months, ചിലപ്പോൾ ചിലവർക്ക് ഒരു 1 year നിൽക്കും. അടുത്ത ചുളിവ് വന്നാലും അധികം വരത്തില്ല, ചെറുതായിട്ടേ വരൂ. ചെറുതായിട്ട് വരുമ്പോൾ വീണ്ടും ചെറിയ ഡോസ്. ആർക്കെങ്കിലും നമ്മുടെ നെറ്റിൻ്റെ ചുളിവോ ഫൈൻ ലൈൻസ് മാറണമെങ്കിൽ ഇതിൽ ഒത്തിരി ക്രീംസ് ഉണ്ട്, മാർക്കറ്റിൽ ഒത്തിരി ക്രീംസ് ഉണ്ട്, ഒത്തിരി ടാബ്ലറ്റ്സ് ഉണ്ട്. നത്തിങ് വർക്ക്സ്. ദിസ് ഇസ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഇഫ് യു വാണ്ട് ഇറ്റ്, ദിസ് ഇസ് ദ ബെസ്റ്റ്. ഗോ ഫോർ ഇറ്റ്.